കെട്ടുവാണ്. മുടിയൊക്കെ ചിലപ്പോൾ പോണിറ്റെയിൽ കെട്ടുമായിരിക്കും, എങ്ങനെയെങ്കിലും എന്ത് രീതിയിലും നമ്മളിങ്ങനെ കെട്ടുമായിരിക്കും. ഇങ്ങനെ കെട്ടും. എന്തായാലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഒതുങ്ങിയിരിക്കും, പിന്നെ ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ അതിനുള്ള വേറെ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അത് മേടിക്കാൻ പറ്റിയില്ല എന്ന് വരാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ഇത് വേണ്ട. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടി വെച്ചിരിക്കുന്നത്. എന്നുണ്ടെങ്കിൽ ഞാനൊരു ബണ്ണ് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഫ്രണ്ടിൽ കണ്ടോ ഇങ്ങനെ മുടി എഴുന്നേറ്റിരിക്കുന്നുണ്ടോ? അപ്പോൾ അത് നമുക്ക് ഒരു കോൺഫിഡൻസ് കുറഞ്ഞ പോലെ തോന്നും. ഇതിപ്പോൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടല്ല, അല്ലാതെ പുറത്ത് പോയാലും നിങ്ങൾ എങ്ങനെ ഏത് സ്റ്റൈലിൽ കെട്ടിയാലും അപ്പോൾ പറ്റിക്കും. പിന്നെ ട്രാവലൊക്കെ ചെയ്തുമ്പോൾ അതിങ്ങനെ അലങ്കോലമായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. മസ്കാര എടുക്കുക, പഴയതുണ്ടെങ്കിൽ പഴയത് എടുക്കുക. ജസ്റ്റ് ഈ പറഞ്ഞ ഇതിൽ ഇതുണ്ട്, ഇങ്ങോട്ട് വേണം ചീപ്പോട് ചീവിട്ട് ഈ സംഗതി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അനങ്ങത്തില്ല അവിടെ നിന്ന്. എത്ര ട്രാവൽ ചെയ്താലും അത് അനങ്ങത്തില്ല. അതിനിപ്പോൾ ഒരു പൊടി പോലത്തെ സംഗതി വന്നിട്ടുണ്ട്. അതിങ്ങനെ ജസ്റ്റ് കുടഞ്ഞിട്ടാൽ മതി. എന്നാലും ഇത് നല്ല അടിപൊളിയായിട്ട് അനങ്ങാതെ ഇരിക്കുകയും ചെയ്യും, നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും. അത് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറന്നു പോകാതെ നല്ല അടിപൊളി. ആ വൈകുന്നേരം മുതൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നതിന്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അറിയാൻ പാടാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയുന്നവരുണ്ടാവുമായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഓക്കെ.